സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും കൃഷും കൺമണിയും അകലാൻ വേണ്ടി ശത്രുക്കളെ കളിക്കാൻ ഇറങ്ങാണ്. അതിനു മുൻപ് ബലരാമന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ മാനസിക്ക് കഴിയുന്നുണ്ട്. ബലരാമന് ശക്തി മാത്രമല്ലേ ഉള്ളൂ, ആളുടെ മനസ്സ് വളരെ ദുർബലമാണെന്ന് മാനസിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചൊന്ന് സങ്കടത്തോടെ സംസാരിച്ചാൽ ബലരാമൻ അലിയും. അതിൽ പിടിച്ചു തന്നെയാണ് മാനസയുടെ കളി. ബലരാമന്റെ പൈസ ധാരാളം കയ്യിലുള്ളത് കൊണ്ട് സുമിത്രയ്ക്കും ബാലുവിനും സുഖമാണ്. മാനസിയാണെങ്കിൽ ഒരു കുതന്ത്രം ഇണയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ സുമിത്രയുടെ അടുത്ത് എത്തും ചെയ്യുന്നുണ്ട്. ബലരാമന് സമ്മതിക്കേണ്ട കാര്യമേ ഉള്ളൂ മാനസിയുടെയും ബലരാമൻ്റെയും കല്യാണം നടക്കാൻ. ബാക്കിയൊക്കെ ഓക്കെ ആയെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ കൃഷും സാഗറും കൃപയും അതിനെതിരാണെന്ന് മാനസിക്കും സുമിത്രയ്ക്കും അറിയില്ല. കൺമണി ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ കാര്യം മാനസയുടെ മനസ്സിലുണ്ടെങ്കിലും അതിൻ്റെ കാര്യം വരുൺ ഏറ്റെടുത്തതുകൊണ്ട് മാനസ അതിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുകയാണ്. അവൾക്ക് എങ്ങനെയും ബലരാമൻ്റെ മനസ്സ് മാറ്റി സാഗറിൻ്റെ മരുമകളാകണം. ആ ഒരു ലക്ഷ്യമല്ലാതെ മനസ്സിയുടെ മനസ്സിൽ വേറൊന്നുമില്ല. വരുണിനെ കൊണ്ട് ഒരിക്കലും കൺമണിയെ ദ്രോഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സ് വിട്ടുകളയാണ്. പക്ഷെ സാഗറും കൃപയും കൃഷ്ണൻ സമ്മതിച്ചില്ലെങ്കിലും ഏതെങ്കിലും വളഞ്ഞ വഴിയിൽ കൂടെയും അവൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. വരുൺ പക്ഷേ ഭയങ്കര കോൺഫിഡൻസിലാണ്. വിഘ്നേശ്വര ഭഗവാൻ എന്നും കൂടെയുള്ള അവളെ ഒന്ന് തൊടാൻ പോലും ശത്രുക്കൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം അവരെന്താണ് ഓർക്കാത്തത് എന്നാണ് മനസ്സിലാകാത്തത്. വരുൺ മാനസയോട് ഈ ഡിസൈൻ അവളുടെ അവസാനത്തെ ഡിസൈൻ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നുണ്ട്. പക്ഷേ ഇത് വരുണിന് ഒടുക്കത്തെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വരുൺ അങ്ങനെ പറഞ്ഞപ്പോൾ മാനസ വളരെ ഹാപ്പിയാകാണ്. അങ്ങനെ കൺമണി എന്നും ചെയ്യാറുള്ളത് പോലെ വിഘ്നേശ്വരനെ കാണാനായിട്ട് അമ്പലത്തിൽ എത്തുന്നു. കൂടാതെ പുതിയ ഡിസൈൻ ചെയ്യാനും തുടങ്ങുകയാണല്ലോ, അപ്പോൾ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണമല്ലോ. ഉണ്ണി തിരുമേനി വിഘ്നേശ്വര ഭഗവാൻ കൺമണി ചേച്ചിയെ അല്ലാതെ ആരെ അനുഗ്രഹിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കോൺഫിഡൻസ് കൺമണിക്ക് നൽകുന്നുണ്ട്. ഇത് കേട്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇതാണോന്നറിയില്ല, വരുൺ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടി ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അത് അയാൾക്ക് തന്നെ വിനയായി തീരുകയാണ്. അയാൾ സ്ലിപ്പായി അവിടെ നിന്ന് താഴെ വീഴുന്നു. പത്രത്തിൽ ബലരാമൻ്റെ വിവാഹ പരസ്യം വന്നിരിക്കുന്നത് കണ്ട് കൃഷ് അത് സാഗറിനെയും സുജാതയെയും കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കൃപ അത് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. കൃഷ്ണനോട് കൃപ വല്യേട്ടനെ പറ്റി ആരെങ്കിലും മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും കൃഷ്ണ തന്നെയായിരിക്കും മാട്രിമോണിയത്തിൽ ആ പരസ്യം കൊടുത്തത്. തൻ്റെ ഏട്ടൻ വിവാഹം കഴിച്ചു കാണണമെന്ന് കൃഷ്ണന് നല്ല ആഗ്രഹമുണ്ട്. അതൊരിക്കലും മാനസ ആയിരിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല. സുമിത്ര മാനസയോട് ബലരാമനെ മോൾ വിവാഹം കഴിക്കണമെന്നും കൺമണിയും കൃഷ്ണും ഒന്നിക്കാനും പാടില്ല എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ബലരാമനോട് കൃപ മാട്രിമോണിയൽ പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടെന്നും ഏട്ടന് പറ്റിയ കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കണമെന്നും മറ്റും പറയുമ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ചിരിയോടെ ബലരാമൻ. അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് കൺമണി അമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സുജാത എന്തോ ഒരു കാര്യം സാഗറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്